ഹായ് ഹലോ അശ്വതി സജീവ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് തൊഴിലുറപ്പിന് പോയപ്പോൾ ജോലിയില്ല, മഴ കാരണം മാറ്റി വെച്ചു. അങ്ങനെ തിരിച്ചു വന്ന് ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു വീഡിയോ ആക്കാമെന്ന്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ തുടരാം. എൻ്റെ ചേട്ടൻ്റെ ജോലി ചെയ്തതിൻ്റെ വീഡിയോ ആണ്. ചേട്ടന് ടൈൽസിൻ്റെ വർക്കാണ്. അപ്പം നമ്മളെ വീട്ടിലിപ്പം ബാത്റൂം കിട്ടിയപ്പോൾ ടൈൽസ് ഒട്ടിച്ചിരുന്നു. അപ്പം ഞാനതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓക്കെ. ബക്കറ്റിൽ കഴുകി വയ്ക്കാൻ ഇത് ഊരി വരുമോ? അതെവിടെ ഇരിക്കണേ? ഇവിടെ ഉണ്ടെണ്ണ. പണി നടക്കുകയാണ് ഗൈസ്.
ടൈലൊക്കെ വെട്ടിച്ച് ഡിസൈനുകളാണ് അതൊക്കെ. എൻ്റെ ചേട്ടൻ്റെ ഓക്കെ ഇത്രയും ഒട്ടിച്ചു. ഇനി ഇതിൻ്റെ അകത്തൊക്കെ ടൈലൊട്ടിക്കും. ഇതിൻ്റെ അകത്തൊക്കെ ടൈലൊക്കെ വെച്ച് വേറെ ഡിസൈൻ വെട്ടി വെച്ചിരിക്കുന്നു. ഈ ഫുള്ള് തീർന്നിട്ട് കാണിക്കാം ഗൈസ്. ഇതാണ് ബാത്റൂം. ടൈൽ ഒട്ടിച്ചതാണ്. വൈറ്റിൽ ഒരു കളറുണ്ട്. അവിടെ ഫാൻ വയ്ക്കാനായിട്ട് ഉണ്ടോ, ക്ലിയർ ഉണ്ടാകും. ഇത് ഡിസൈനാണ്. തുണക്ക് അതിൻ്റെ താഴോട്ട് ഇവിടെയൊക്കെ ടൈലൊട്ടിക്കുന്നതായിരിക്കും. ഇവിടെ ടൈലൊട്ടിക്കാനാണ് ഡിസൈൻ വെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇവിടെ അവിടെയൊക്കെ ജോലിയുണ്ട്. പ്ലംബിങ്ങിൻ്റെ പണി കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരു കഴിഞ്ഞ തറയിൽ ഒരു നല്ല ടൈൽ. ഇനി ഇതിൽ ജോലിയുണ്ട്. ഇതാണ് എൻ്റെ ചേട്ടൻ്റെ ജോലി. നമ്മുടെ വീട്ടിൽ മൊത്തം ടൈലിട്ടതും ചേട്ടൻ തന്നെയാണ്. ജോലി കണ്ട് ഇഷ്ടപ്പെടുന്നവർ അവരുടെ വീട്ടിലേക്ക് ടൈലൊട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതായിരിക്കും. കമൻറ്റിലൂടെ അറിയിച്ചാൽ ജോലി ചെയ്യുന്നതായി വന്ന് ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെയൊക്കെ ഇതിലൊക്കെ അണ്ണൻ തന്നെയാണ് ടൈലൊട്ടിച്ചത്. ഒക്കെയാണ് ഗ്രാനൈറ്റ് ഇതെല്ലാം അണ്ണൻ തന്നെയാണ് ഒട്ടിച്ചത്. ഇനിയിപ്പോൾ കുറച്ച് ടൈലൂടെ ഇരിക്കുന്നത് അത് ആ ചാക്കിലിരിക്കുന്ന ടൈലാണ്. അത് ഇവിടെ ഒട്ടിക്കാനായിട്ട് വരച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഭിത്തിയിലായിട്ട് ഒട്ടിക്കാനായിട്ട് വരച്ചിട്ടിരിക്കുകയാണ്. ഡിസൈനൊക്കെ വെട്ട് കേട്ടോ. ഡിസൈനൊക്കെ അറിയാം അവർക്ക് വെട്ടാനൊന്നും. ഗൾഫിലായിരുന്നു. ഇപ്പം എനിക്ക് വയ്യാത്തൊന്ന് നാട്ടിൽ വന്നേന്. ഇപ്പോൾ ഓണം കഴിയുമ്പോൾ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നും റെഡിയാവുന്നില്ല. വിസ ഒന്നും റെഡിയാവുന്നില്ല. ഇപ്പോൾ ഇവിടെ വീട്ടിൽ ജോലിയൊക്കെ ഉണ്ട്. അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് അടുക്കള പണിയെല്ലാം കഴിഞ്ഞു, തുണിയെല്ലാം കഴുകി. ഇനിയിപ്പോൾ വേറെ ജോലിയൊന്നുമില്ല. വെറുതെ കിടന്ന് ഉറക്കം. അപ്പോൾ വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന്. ലോങ് വീഡിയോ എടുക്കുന്നത് ഞാൻ കുറവാണ്. എഡിറ്റ് ചെയ്യാറില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് എങ്ങനെയാണ് ഇതിൽ എഡിറ്റ് ചെയ്യണമെന്നോ ഒരു അറിയാറുണ്ട്. അതിന് തംബ്ലൈനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണണം. അതൊന്നും അറിഞ്ഞൂടാതെ ചെയ്തിട്ട് എന്തരിയേ. പിന്നെ ഷോർട്ട് വീഡിയോ ഇടുന്നത്. ഷോർട്ട് വീഡിയോയിൽ ആളുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം എന്തോ ഒരു കുഴപ്പം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ വീഡിയോ വരും. കൊടുങ്ങല്ലൂരൊക്കെ പോണ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. അന്നൊക്കെ മഴയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് പോകാൻ പറ്റാതായി പോവുകയാണ്. ഓണത്തിന് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓണത്തിന് മലയിൽ പോണ വീഡിയോ ഒക്കെ ഇടണം. മലയെന്ന് പറഞ്ഞാൽ പാലോട് അവിടെ മലയെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. അപ്പം മലയമേലെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ കുഞ്ഞമ്മ വീട്ടിലാണ്. അവിടെ പോകുമ്പോൾ വീഡിയോ എടുക്കണം. നല്ല സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. പക്ഷേ എനിക്ക് വണ്ടി കയറിയാൽ എനിക്ക് തലവേദന വരും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത്. ഇപ്പം തന്നെ എന്നെ ഡോക്ടർ കാണിക്കുന്നിടത്തൊക്കെ പോണ സ്ഥലമൊക്കെ വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് പറ്റൂല ഗൈസ്. എന്തോ എനിക്കങ്ങ് ഓർക്കാനും ഛർദ്ദിക്കാനും പിന്നെ ഛർദ്ദിലും വരും, തലവേദനയൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ മറ്റേ കാറിലിരുന്നുകൊണ്ടൊരു വീഡിയോ ഇടാറില്ല. എല്ലാവരും വിചാരിക്കും കാറുണ്ട്, വലിയ തേയിലിട്ട വീടാണ് എന്നൊക്കെ വിചാരിക്കും. എല്ലാം കടവും ലോണുമാണ് ഗൈസ്. അതിൽ നിന്നൊരു രക്ഷ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്തിനെങ്കിലും വല്ലതും കിട്ടിയിട്ട്. അപ്പം 4000 വാച്ച് അവറൊക്കെ വേണമെന്ന് പറയുന്നു. വാച്ച് അവറിനാണ് നമുക്ക് പറ്റാത്തത്. ഷോർട്ട് വീഡിയോയിൽ വ്യൂവേഴ്സിനെ കൂട്ടാം, പക്ഷേ കുറച്ചൊക്കെ കൂടുന്നുള്ളൂ.
നമ്മൾ വിചാരിക്കുന്നത്ര വേഴ്സൊന്നും കൂടുന്നില്ല. കുറേ കടങ്ങളാണ്, മൊത്തവും കടങ്ങളാണ്. ഇപ്പോൾ ഈ ബാത്റൂം കെട്ടിയത് തന്നെ കടമാണ്. കുറേ ലോണുകളുണ്ട്. അതിൽ നിന്നൊരു രക്ഷ നേടാനും മനസ്സിന് ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരവും നമ്മൾ മനസ്സ് സമാധാനമായിട്ടിരിക്കില്ല. അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഈ അണ്ണൻ പറയുന്നു, എൻ്റെ ഭർത്താവ് പറയുന്നുണ്ട്, നീ ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങുക. അണ്ണൻ്റെ വീട്ടിലവിടുത്തെ വയൽ, നമ്മളെ വയലൊക്കെ പോയി ഷൂട്ട് വീഡിയോ എടുത്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, പോയാൽ എനിക്ക് വയ്യ. പോകുന്ന വഴിക്ക് എനിക്ക് തലവേദനയും ഓർക്കാനും ഛർദിലും ഒക്കെ ആയിട്ടാണ് ഞാൻ പോണത്. അതെൻ്റെ അസുഖത്തിൻ്റെ കാര്യമാണ്, ഞരമ്പിൻ്റെതായതുകൊണ്ട്. അതിന് ടെൻഷൻ കൂടുതലായാലും എനിക്ക് വയ്യാതാവും. ഇന്നിപ്പോൾ തൊഴിലുറപ്പില്ലായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഇടാം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. പാച്ചവർ കൂടിയ വല്ലതും കിട്ടിപ്പോയാൽ ഒരു കടത്തിനെങ്കിലും അടയ്ക്കാൻ പറ്റിയാലോ എന്നോ. എല്ലാവരും വിചാരിക്കും ഭയങ്കര പണക്കാരായിരിക്കും. ഇതൊക്കെ കൊച്ചിന് പഠനമുറിക്ക് കിട്ടിയപ്പോഴത്തേക്ക് നമ്മളൊരു പൈസയും കളഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പൈസ 2 ലക്ഷം ആയാലും 2 ലക്ഷം രൂപയാണ് പഠനമുറിക്ക് കിട്ടിയത്. ആ പൈസ നമ്മൾ ഒന്നുപോലും വെറുതെ കളഞ്ഞിട്ടില്ല. ആ പഠനമുറിയും വൃത്തിയായിട്ട് കെട്ടി. അതുപോലെ ബാക്കിയുള്ള പൈസ, എൻ്റെ അണ്ണന് ജോലി അറിയാം, തട്ടിൻ്റെ എല്ലാ പണിയും, മിക്ക പണിയും അറിയാം. എന്ന് പറഞ്ഞ് മേശരിപ്പ് പണിക്ക് പോയിട്ടുണ്ട്, റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ട്, തട്ടിൻ്റെ പണിക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ടൈലിൻ്റെ പണിക്കാണ് പോയത്. മെയിനായിട്ട് ഇപ്പോൾ ടൈലിൻ്റെ പണിക്ക്. ഇനി വേറെ ഒരു പണിക്ക് പോകില്ല. അപ്പം അതുകൊണ്ട് നമുക്കിപ്പം വേറെ വെളിയിൽ നിന്ന് ആരെയും വിളിച്ച് ജോലി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ അണ്ണൻ്റെ കൂടെ സഹായിക്കാൻ നിൽക്കുക. അപ്പം അതുകൊണ്ട് നമുക്ക് ആ പൈസ ലാഭിച്ചിട്ട് നമ്മൾ ഈ വീട്ടിലാകവും എല്ലാം വൃത്തിയാക്കി ടൈലൊക്കെ മേടിച്ച് അതിനൂടെയുള്ള 2 സ്ഥലത്ത്, മേളിലെ പഠനമുറിക്കും താഴെ ഉള്ള ബാക്കിയുള്ള മുറിക്കും എല്ലാത്തിനും കൂടെ ടൈലൊക്കെ എടുത്ത് കിട്ടിയതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഭയങ്കര പണക്കാരാണെന്ന്. പണക്കാരൊന്നുമല്ല, കടത്തിന്മേ കടമായിട്ട് നിൽക്കുകയാണ്. രക്ഷപ്പെടോ? പിന്നെ നമ്മളായിട്ട് വരുത്തിയതല്ലേ, അതുകൊണ്ട് കഴിച്ച് നിൽക്കുന്നു. ആത്മഹത്യയൊന്നും ചെയ്യൂല, ജീവിച്ച് കൊതി തീർത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊരു അസുഖം വരുമ്പോഴേ പേടിയാണ്, എന്തെങ്കിലും പറ്റിപ്പോകുമെന്ന്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ അപ്പോൾ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ സമാധാനം. കുറച്ച് പേരെങ്കിലും എൻ്റെ കാര്യങ്ങൾ അറിയുമല്ലോ. ഇനിയിപ്പം ഓണം കഴിഞ്ഞിട്ട് അവർ പോയിട്ടും, അവർ വേഷയിൽ പോയിട്ടും നമുക്ക് വരുമാനം അത്ര അത് രക്ഷപ്പെട്ടൊന്നുമില്ല ഗൈസ്. കടവുമില്ല. കാർ മേടിച്ചതായാലും സ്കൂട്ടി മേടിച്ചതായാലും എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് കടമായിട്ടെങ്കിലും ഒരു കാർ മേടിച്ചതാണ്. ചെറിയൊരു കാർ 800-ൻ്റെ. കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാർ മേടിക്കണം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചതാണ്. അതും കടത്തിലാണ്. അതിൻ്റെ കടവും വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിചാരിക്കും ഭയങ്കര പണക്കാരായി. ഒന്നുമല്ല. സ്കൂട്ടി മാത്രമേ ഉള്ളൂ നമുക്ക് സ്വന്തം എന്ന് പറയാം. കാറിൻ്റെ കടം എപ്പോഴും തീർന്നിട്ടില്ല. അതൊക്കെ തീർക്കണം. അതിനു വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എന്തുണ്ടെങ്കിലും അറിയിക്കാം, എനിക്കൊരു കുഴപ്പവും ഇല്ല. ഓക്കെ. ആദ്യമൊക്കെ ഒരു ടെൻഷനായിരിക്കും. ആദ്യം അത് ഓരോരുത്തർ ചിലർ കമൻ്റ് ഇടുന്നത് വെറും ഇതായിട്ട് ഉണ്ട്. അപ്പോഴും വിചാരിക്കും ഇതൊക്കെ നിർത്തി കളയാമെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ നിർത്തുന്ന എന്തൊരു കാര്യത്തിനെന്ന് വിചാരിച്ച് അത് പിന്നെ തുടർന്നുകൊണ്ട് പോകണമെന്നേ ഉള്ളൂ. പിന്നെ ശരി. വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഓക്കെ, ബൈ.